മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മുടെ ബഹുമാനീയനായ എം.പി ശ്രീ സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തിയതായിട്ട് കണ്ടു. അതായത് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ കോടതി സമാധാനം പറയൂ എന്നുള്ള രീതിയിലാണ് ചോദിച്ചു വെച്ചിരിക്കുന്നത്. ചോദ്യം പ്രസക്തമാണ്. കാരണം ഇത് പൊട്ടുകയോ എന്നുള്ളത് കോടതിക്ക് പറയാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. ഇത് പൊട്ടുകയല്ല എന്ന് ഒരു വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മാത്രം സുപ്രീം കോടതിക്കുണ്ട്. അതുകൊണ്ടാണ് കോടതി അത് പറയുന്നത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് അതിനാധാരം. അപ്പൊ ഇത് പൊട്ടുകയോ എന്നുള്ളതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് ചിലപ്പോൾ പൊട്ടത്തിലായിരിക്കും, ചിലപ്പോൾ പൊട്ടുമായിരിക്കും. പക്ഷേ ഇതൊരു യഥാർത്ഥ ഗ്രാവിറ്റി ഡാമാണ്. പൊട്ടാനുള്ള സാധ്യത അതിന് കുറവേ ഉള്ളൂ. ഗ്രാവിറ്റി ഡാമുകളെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങി നിർത്തും. ആ രീതിയിലുള്ളതാണ് ആ ഡാം. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. 1895 ആണ് ഇതിന്റെ നിർമ്മാണം നടന്നിരുന്നത്. ഇത്രയും വർഷങ്ങളായി. അതിന് ഇത്രയും ആയുസ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് 40 വർഷത്തെ ആയുസ് പറഞ്ഞേക്കുന്ന ഒരു സാധനം 100 വർഷം കഴിഞ്ഞേക്കുന്നതാണ് ഇപ്പോൾ. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ ഇത്രത്തോളം 100 അല്ല, 1895 കഴിഞ്ഞാൽ ഏതാണ്ട് 120 വർഷം ആയില്ലേ. അപ്പൊ അത്രയും പഴക്കമുണ്ട്. അത്രയും പഴക്കമുള്ള ഒരു സ്ട്രക്ചർ തന്നെ അവിടെ വേണോ വേണ്ടോ എന്ന് അവർ ചിന്തിക്കാവുന്നത്. അതാണ് ആദ്യം വേണ്ടത്. അതിന് ആകെ ഉള്ള ഒരു ശരിയായ മാർഗം എന്ന് പറയുന്നത് കേരളം എടുത്തേക്കുന്ന ഒരു നിലപാട്. അതാണ് ശരിയായ നിലപാടാണ്. യഥാർത്ഥത്തിൽ ഒരു പുതിയ ഡാം അവർക്ക് വെള്ളം കൊടുക്കണ്ടെന്നുള്ളതല്ല. ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടുന്നതിന്റെ അത്രയും വെള്ളം തന്നെ വേണമെങ്കിൽ അതേ അല്പം കൂടുതൽ തന്നെ അവർക്ക് തമിഴ്നാടിന് കിട്ടിക്കോട്ടെ, പ്രശ്നമില്ല. ആ വെള്ളം അതിനുവേണ്ടി ഒരു പുതിയ ഡാം നിർമ്മിക്കുക. അതിനെതിരെ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനെതിരെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനെക്കുറിച്ച് എന്തായാലും സുപ്രീം കോടതിയിൽ ഒരു അടഞ്ഞ അധ്യായമല്ലിപ്പോ. അത് വീണ്ടും ഓപ്പൺ ആണ്. അത് ഇനിയിപ്പോ ആ കേസ് അവിടെ നടക്കും ബാക്കി. അപ്പൊ എന്താ കേരളത്തിന്റെ സ്റ്റാൻഡ് ഇത് തന്നെയാണ് എന്ന് ജലസേചന വകുപ്പ് മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. റോഷി അഗസ്റ്റിന്റെ പ്രസ്താവനയൊക്കെ വന്നു. ഏതായാലും ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും ഇത് മനസ്സിനകത്ത് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതി വെളിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സംഘർഷം ഉണ്ടാക്കി കണ്ണീരൊഴിക്കൊണ്ട് കാര്യമില്ല. ഇവിടെ അദ്ദേഹം ഒരു മന്ത്രിയാണെന്ന്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം വിചാരിച്ചാൽ, അതായത് തമിഴ്നാട് പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പടി കേന്ദ്രം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ. അങ്ങനെയല്ല വേണ്ടത്. കേരളത്തിന്റെ ശബ്ദവും അവിടെ പ്രതിധ്വനിക്കണം. അങ്ങനെ വേണം. അതിന് ശ്രീ സുരേഷ് ഗോപി ഇതുപോലെ കണ്ണീരൊഴുക്കുന്നതിന് പകരം ചെയ്യേണ്ടത്, ഇതിനെ പഴിക്കുന്നതിന് പകരം ചെയ്യേണ്ടത് ഇതിൽ ഇടപെടുക എന്നുള്ളതാണ്. ഈ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടണം. ഇടപെട്ടിട്ട് തമിഴ്നാട് ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും അദ്ദേഹം സംസാരിക്കണം. കാരണം അതിപ്പോ അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ടിയുടെ ഒക്കെ എതിരായിരിക്കും ഈ രണ്ട് വിഭാഗവും. കാരണം ഇവിടുത്തെ CPM ആയാലും അതും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ DMK ആണെങ്കിലും ഇന്ത്യ മുന്നണിയുടെ വളരെ വളരെ വലിയൊരു ഭാഗമാണ് അവര് വരുന്നത്. അത്രത്തോളം MP-മാരുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ വിരോധം ഒന്നും കാണിക്കേണ്ട ഈ കാര്യത്തിൽ. ഇത് ജനങ്ങളുടെ പ്രശ്നമാണെന്നൊന്നും മനസ്സിലാക്കിയിട്ട് ഇതിൽ അദ്ദേഹം ഇടപെടണം. ഇടപെട്ടിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലായിട്ട് തന്നെ ഇടപെട്ടിട്ട് അദ്ദേഹം ഒന്ന് മീഡിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഡാം നിർമ്മിക്കട്ടെ. അതുവരെ മറ്റേത് പൊളിക്കണ്ട. ആ ഡാം അവിടെ നിന്നോട്ടെ. ഇപ്പുറത്ത് താഴെ ഒരു ഡാം പണിയാനും അതിനുള്ള മാർഗം, അതിനുള്ള മറ്റ് അനുവാദങ്ങളും ഒക്കെ നേടിക്കൊടുക്കണം. അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് കണ്ണീരൊഴിക്കണ്ടോ കരഞ്ഞുകൊണ്ടോ കാര്യമില്ല. കരച്ചില് ഇതിനൊരു പരിഹാരമല്ല. ഇപ്പോ വയനാടുണ്ടായ ദുരന്തത്തെ തുടർന്ന് ഇവിടെ ഏതാനും ജില്ലകളിൽ, കേരളത്തില് പ്രത്യേകിച്ച് കോട്ടയം, തൃശ്ശൂര്, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലുള്ള, പാലക്കാട് ഉൾപ്പെടെ ഉള്ള ജില്ലകളിലുള്ള ആൾക്കാരൊക്കെ ഏതാണ്ട് പരിഭ്രാന്തിയിലാണ്. പഴയ മുല്ലപ്പെരിയാർ വിഷയം പൊന്തി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന് പറയുന്നത് അത്രത്തോളം പഴക്കം ചെന്നതാണ്. അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അത് കോടതി വിധിയൊക്കെ എന്തോ ആവട്ടെ, പക്ഷേ ഇത്രയും പഴക്കം ചെന്ന ഒരു ഡാമാണ്. ആ ഡാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക്, ആ സഹോദരങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഡാമാണ്, ഒരു സംശയമില്ല. കാരണം അവിടെ വാട്ടർ സ്കേഴ്സിറ്റി ഒരുപാടുള്ള ഒരു സ്ഥലമാണല്ലോ. അവർക്ക് വെള്ളം വേണം. കേരളത്തിൽ ഇത് യഥേഷ്ടം ഉണ്ട് താനും. ചിലപ്പോൾ ഇവിടെ വേനൽക്കാലത്ത് ഇവിടെയും വെള്ളം ഇപ്പോൾ ദൗർലഭ്യമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ജലസമ്പത്തിൽ വളരെ മുന്നിലാണ് കേരളം ഉള്ളത്. മറ്റ് പല സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോഴും ജലസമ്പത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം.
അപ്പോൾ കേരളത്തിലെ ഈ ജനങ്ങൾക്ക്, തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ ഒരു പരാതിയില്ല, അവർക്ക് കൊടുക്കാം. ഇപ്പൊ കൊടുക്കുന്നതിൽ നിന്ന് അല്പം കൂടെ കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം, ഒരു പ്രശ്നമില്ല, കൊടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഈ മുല്ലപ്പെരിയാർ തന്നെ വേണം എന്ന് ശടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഇത്രത്തോളം പഴക്കം ചെന്ന ഒരു ഡാം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണ്. അതിന് ബലക്ഷയം ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പലപ്പോഴും. അത് ആളുകൾ ആകുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അവിടെ ഒരുപാട് പേര്, റസൽ ജോയിയൊക്കെ, അഡ്വക്കേറ്റ് റസൽ ജോയിയൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് ഇതിൻ്റെ കാര്യമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞോട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം തമിഴ്നാടിനോട് പിടിച്ചു നിൽക്കാൻ തയ്യാറാകുന്നില്ല, എതിർക്കാൻ. കാരണം ഇത് തമിഴ് ജനങ്ങളോടുള്ള എതിർപ്പല്ല എന്ന് അവരെന്ന് ആ സഹോദരങ്ങൾ തിരിച്ചറിയണം. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം, അതായത് അത് പൊട്ടാനിടയായിരിക്കട്ടെ, അത് പൊട്ടിയാൽ പറയുന്നത് എന്താണെന്നറിയോ? ഇടുക്കി ഡാം താങ്ങിക്കോളൂ എന്നാണ്. എവിടെ താങ്ങാനാ ഇടുക്കി ഡാം? ഇത്രയും വെലോസിറ്റി വരുന്ന, നമ്മളിപ്പോൾ കണ്ടല്ലോ താങ്ങുന്നതൊക്കെ. ഈ വെലോസിറ്റി, ഹൈ വെലോസിറ്റിയിൽ വരുന്ന ഈ ജലം അത് പൊട്ടിപ്പോയാൽ വരുന്നത്, പൊട്ടാതിരിക്കട്ടെ, കാരണം ഞാൻ ഉൾപ്പെടെ ഇവിടെ കാണത്തില്ല, പിന്നെ അതെനിക്കറിയാം. ഇവിടെയൊക്കെ എറണാകുളത്തൊക്കെ 40 അടി ഉയരത്തിൽ വെള്ളം വരും എന്നുള്ളതാണ് കണക്കൂട്ടൽ. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ കാരണം അത് പൊട്ടിയാൽ ഇടുക്കിയും നിൽക്കത്തില്ല. കാരണം ഇടുക്കിയിൽ ആർച്ച് ഡാം ആയതുകൊണ്ട് താങ്ങും എന്നങ്ങ് പറയുകയാണ്. പക്ഷെ ആർച്ച് ഡാം അല്ലാത്ത ഒരെണ്ണമാണ് ഇതാദ്യം വന്ന് കയറുന്നത്, ചെറുതോണി ഡാം. ചെറുതോണി ഡാം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഡാമാണ്, അല്ലാതെ ആർച്ച് ഡാം അല്ല. അതിനകത്ത് വന്നാൽ അത് താങ്ങത്തില്ല ഒരു കാരണവശാലും. അത് നിൽക്കത്തില്ല, കാരണം അത് പൊട്ടും. അതും കൂടെ പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ചിലപ്പോൾ ഒന്നാകെയായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും ഒരു 6 ജില്ലകൾ ഉറപ്പായിട്ട് മുങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വെള്ളപ്പൊക്കമൊന്നുമല്ല, ഇത് വാഷ് ഔട്ട് ചെയ്തങ്ങ് പോവുകയാണ് പിന്നെ ഈ പോകുന്നത് കടലിലേക്ക്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങളൊന്നും കാണത്തില്ല, ഇവിടുത്തെ മനുഷ്യർ കാണത്തില്ല, ഇവിടുത്തെ കന്നുകാലികൾ കാണത്തില്ല, ഒരു ജീവജാലങ്ങൾ ഇവിടെ അവശേഷിക്കത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഗാഢമായിട്ട് ആലോചിക്കണം. അപ്പോൾ അതിന് കേരളം ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ വളരെ ശ്ലാഘനീയമായ ഒരു പ്രപ്പോസലായിരുന്നു അത് കൊണ്ടുവന്നത്. ഇതിന് താഴെയായിട്ടൊരു ഒരു ന്യൂ ഡാം പണിയുക. കാരണം പുതിയ ഒരു ഡാം അങ്ങ് പണിയുക. പണിഞ്ഞതിന് ശേഷം ഇതിലെ വെള്ളം അതിലേക്ക് തുറന്ന് കയറ്റാമല്ലോ. കയറ്റിയാലും അതിനും അവർ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ മുല്ലപ്പെരിയാർ തന്നെ വേണം എന്ന് ശടിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഈ ഡാം തന്നെ വേണം, ഒരു പുതിയ ഡാം ആയിക്കൂടെ? ആ പഴയ ഡാം പൊളിക്കണ്ട, ഒരു പുതിയ ഡാം അതിന് താഴെ കെട്ടിക്കോളൂ. കാരണം അങ്ങനെ വന്നിട്ട് അതിലെ വെള്ളം അതിലേക്ക് തുറന്നു വിട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ വെള്ളം എടുക്കാമല്ലോ, എടുത്തോട്ടെ. ഒരു പ്രശ്നമുള്ള കാര്യമല്ല എടുക്കുന്നതിന്. കാരണം ആ വെള്ളം അവർക്ക് എടുക്കാം. കാരണം അങ്ങനെ ഒരു കരാറ് പണ്ടുണ്ടായിട്ടുണ്ട്. ആ കരാർ അനുസരിച്ച് അവർ എടുത്തോട്ടെ വെള്ളം, ഒരു കുഴപ്പമില്ല. വേറെ കുറച്ച് വെള്ളം കൂടുതൽ വേണമെങ്കിലും അതിൽ നിന്ന് കൊടുക്കാം. അത്രത്തോളം ശക്തിമത്തായ ഒരു പുതിയ ഡാം നല്ല രീതിയിൽ പണിയട്ടെ. അത് അവരുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യാം, കുഴപ്പമില്ല. ഈ രീതിയിൽ തന്നെ ചെയ്യാം. അങ്ങനെങ്കിലും ചെയ്ത് ഇതിനൊരു മാർഗം ഉണ്ടാക്കണം. മാർഗം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ വളരെ പരിഭ്രാന്തിയിലാണ്, വളരെ വളരെ പരിഭ്രാന്തിയിലാണ് ജനങ്ങൾ. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഇടുക്കി ഡാമൊക്കെ കാണാൻ പോയാൽ നമുക്കറിയാം, അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീടുകളൊക്കെ അങ്ങ് വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആറ് എന്ന് പറയുന്ന ഒരു തോടായി മാറി. ഇപ്പോൾ അത് മാറി. കാരണം അവിടെ വെള്ളമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയ നീരൊഴുക്ക് മാത്രം മതി. ഇതിൽ നിന്ന് വരുന്ന വെള്ളം, വരുന്ന വേസ്റ്റ്, ചെറിയ രീതിയിലൊക്കെ വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ അതിൽ ഒഴുകി പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ അങ്ങ് ഒരുപാട് കെട്ടിടങ്ങളും താമസവും ഒക്കെ ആയി ആളുകൾ. ഇനി ഇത് ഒന്ന് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ അവർക്ക്? നമ്മളിപ്പോൾ കണ്ടതല്ലേ, വീട്ടിൽ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ ആളുകൾ പറയുന്നത് ശരിയാണത്. ഭൂമിക്ക് അടിയിലുണ്ടാകുന്ന പ്രകമ്പനം, ആ പ്രകമ്പനം എന്ന് പറയുന്നത് ഈ വെള്ളം തിങ്ങിയിട്ട് ഈ വലിയ പാറയൊക്കെ പിളർഞ്ഞ് മാറും, അതിൻ്റെ പ്രകമ്പനമാണ്. അവർ ഏതാണ്ട് മേലോട്ടും താഴോട്ടും പൊങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായി പലർക്കും. കാരണം ഈ വെള്ളം നിൽക്കുന്നതിൽ നിന്നും ഏതാണ്ട് ഒരു 10-30 അടി മുകളിലോട്ടുള്ള ആളുകളുടെ കാര്യമായി പറഞ്ഞേ. എന്നിട്ടാണ് ഇതങ്ങോട്ട് പൊട്ടി ഇത് മുഴുവൻ ഇങ്ങനെ വരുന്നത്, മുഴുവൻ എന്ന് പറഞ്ഞത് പോലെ നമ്മൾ കണ്ടതാണ് ആ ദുരന്തം.
കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതർന്ന് നമ്മൾ കണ്ടതല്ലേ? എത്രയോ പേരുടെ ശരീരഭാഗങ്ങളാണ് മറവ് ചെയ്തത് അവിടെ. കാരണം അതേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ചിലരത് ചില കൈകൾ മാത്രം കാണുന്നു, ചില കാലുകൾ മാത്രം കാണുന്നു, വയറ് മാത്രം കണ്ടുകൊണ്ട് തല മാത്രം കണ്ട് ഈ രീതിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ടതാണ് നമ്മുടെ നാട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ ഡാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഒരു ഡാം പല പ്രാവശ്യം പല ഡാമുകളിൽ ലോകത്ത് പലയിടത്തായിട്ട് പൊട്ടിയിട്ടുണ്ട്. പൊട്ടുന്നിടത്തൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. ഇത് അത്രയൊന്നുമല്ല പോകാൻ പോകുന്നത്. ഇത് പോകുന്നതിനെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറത്തുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം ഇത് ഒരു ജലബോംബാണ് നമ്മുടെ തലയുടെ മുകളിലുള്ളത് എന്ന് ആളുകൾ പറയുന്നത് വളരെ ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കണം. കാരണം ഇത് എപ്പോഴും ഉണ്ടാകാം. ഒരു പുതിയ ഡാം അവിടെ വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോംവഴി. കാരണം തമിഴ്നാടിന് വെള്ളം കിട്ടണം. ആ പുതിയ ഡാം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ വെള്ളം എടുക്കാമല്ലോ. അതിൻ്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം ഇതിൽ വെള്ളം തുറന്നു വിട്ടാൽ മതി. അതിലേക്ക് വിടുമ്പോൾ അവിടുന്ന് തന്നെ അവർക്ക് തന്നെ വെള്ളം മുഴുവൻ കൊടുത്തോട്ടെ, ഇവിടെ വേണ്ട വെള്ളം എന്നങ്ങ് വെച്ചോളൂ. എന്നാലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം ഈ രണ്ട് മുഖ്യമന്ത്രിമാരും കൂടെ ചേർന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്കിതീ പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഈ ഭയം എന്നും ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ഭയപ്പാടോടുകൂടിയാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം കഴിയുന്നത്. പലപ്പോഴും അതിനടുത്തുള്ള ജനങ്ങൾ കഴിയുന്നത് മാത്രമല്ല, ഇവിടെ എറണാകുളത്തുള്ളവർ എറണാകുളം എന്ന് പറയുന്ന ജില്ല മുഴുവനായിട്ട് കാണത്തില്ല ഒന്നും. അപ്പോൾ എനിക്ക് ഉൾപ്പെടെ അതിനകത്ത് വേവലാതിയുണ്ട്, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് കാണേണ്ട ഒരു കാര്യമാണ്. സുപ്രീം കോടതിയുടെ അടിയന്തരമായ ശ്രദ്ധ ഈ കാര്യത്തിൽ പതിയണം. കാരണം ഇപ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ കേട്ടോ, ഇപ്പോൾ ഒന്നും ചെയ്യാതെ ആളുകൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ആളുകൾ എത്രയോ എണ്ണം അത് നമ്മൾ കണ്ടതല്ലേ. അതിൻ്റെ എണ്ണം പോലും നമുക്ക് പറയാൻ ഒക്കത്തില്ല. എന്നാലും ഒരു 10-600 പേരോളം പോയിട്ടുണ്ടെന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം ഈ കാണാതായ ആളുകളൊക്കെ അവരൊക്കെ മണ്ണിനടിയിലോ ഒക്കെയാണ്. കാരണം എന്താണെന്നറിയോ, അവരെക്കുറിച്ചൊന്നും ഉള്ള ഒരു വിവരവും ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ അത്രത്തോളം മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യ കണ്ടിട്ടുള്ള ദുരന്തങ്ങളിൽ വലിയ ദുരന്തങ്ങളിലൊന്ന്, കേരളം കണ്ടുള്ള ഏറ്റവും വലിയ ദുരന്തം അതാണ് ഇതുണ്ടായേക്കുന്നത്. ഇതെന്ന് പറയുന്നതുമായിട്ട് ഒന്നും പോലും തട്ടിച്ചു നോക്കാൻ പോലും ഒക്കാത്ത ദുരന്തമാണ് അടുത്തത് ഈ ജലബോംബിൽ നിന്ന് ഉണ്ടാകാനിടയുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഞാനിത് പറഞ്ഞത് ആർക്കാരെയും പരിഭ്രാന്തരാക്കാനോ ആ ഉദ്ദേശത്തിലോ അല്ല, എൻ്റെയും കൂടെ ഒരു ഭയമാണ് ഞാൻ ഈ പറയുന്നത്. അത് ഏതായാലും ഡീൻ കുര്യാക്കോസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് അടിയന്തരമായിട്ട് ചർച്ച ചെയ്യണം, ഇതൊന്ന് തീരുമാനിക്കണം, ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം. കാരണം ഈ ഭയം ജനങ്ങളുടെ മനസ്സിൽ ഈ ഭയം ഒന്ന് മാറ്റണം. അതിന് ബഹുമാനപ്പെട്ട 2 മുഖ്യമന്ത്രിമാരും അതിന് മുൻകൈ എടുക്കണം. എടുത്തതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക. അത് മാത്രമല്ല, അതിനകത്ത് വേണ്ടത് എപ്പോഴും ചിന്തിക്കേണ്ടത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. എത്രത്തോളം കൊടുത്തോട്ടെ, ഇപ്പം കൊടുക്കുന്നതെന്നും അല്പം കൂടെ കൂടുതൽ കൊടുത്തോട്ടെ, പക്ഷേ ഇവിടെ ജീവൻ വേണം എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇത് പൊട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, പൊട്ടാനിടയായാൽ ഉള്ള കാര്യമാണ്. മോർവിയിൽ അണക്കെട്ട് പൊട്ടി, ദുരന്തം നമ്മൾ കണ്ടതാണ്. മോർവി അണക്കെട്ട് നമ്മൾ കണ്ടതാണ്. ഇതേപോലെ ഈ അടുത്ത സമയത്ത് വേറൊരു അണക്കെട്ട് പൊട്ടി നമ്മൾ കണ്ടതാണ്. ഇത് എപ്പോഴും ഇതൊക്കെ പൊട്ടിപ്പോകാം. കാരണം പഴക്കമൊക്കെ വരുമ്പോഴും ഇതിന് ബലക്ഷയമൊക്കെ ഉണ്ടായാലോ ഒക്കെ ഇത് ഉണ്ടാകാം, എപ്പോഴും ഉണ്ടാകാം, കുഴപ്പമുണ്ടാകാം. അപ്പോൾ ആ കുഴപ്പമൊന്ന് മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അവർക്ക് ജലം കുറെക്കൂടെ അധികം കൂടെ കൊടുത്തോട്ടെ, അതിനും പ്രശ്നമില്ല. പക്ഷേ ഈ ഭീതി ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇത് ഡീകമ്മീഷൻ ചെയ്യണം. അതാ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. അത് എത്ര ബലമുണ്ടെന്ന് ഏത് ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും, ഇത്രയും പഴക്കമുള്ള ഒരു സാധനം, അന്ന് സിമൻറ്റ് പോലും ഇല്ല, സുർക്കി ഉപയോഗിച്ച് കെട്ടിയേക്കുന്നതാണ്. നമ്മളത് മനസ്സിലാക്കണം. ചിലപ്പോൾ അത് ബലവത്തൊക്കെ ആയിരിക്കും, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പൊട്ടുമെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ പൊട്ടത്തില്ല എന്ന് ആർക്കും ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ പറയട്ടെ, ഇത് പൊട്ടുകയല്ല ഒന്ന് പറയട്ടെ.